പാലക്കാട് ചിറ്റൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് 2 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. കോയമ്പത്തൂർ കർപ്പക കോളേജിലെ ബയോടെക്നോളജി വിദ്യാർത്ഥികളായ ശ്രീഗൗതം, അരുൺകുമാർ എന്നിവരാണ് മരിച്ചത്. നീന്താനായി ഇറങ്ങിയ വിദ്യാർത്ഥികൾ പുഴയ്ക്കുള്ളിലെ ഓടയിൽ അകപ്പെടുകയായിരുന്നു. ശ്രീകുമാരൻ പാലക്കാട് നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്രീത്ത്, സങ്കട വാർത്തയാണ് അവിടെ നിന്നും പങ്കുവെക്കാനുള്ളതെന്ന് അറിയാം. നേരത്തെ ഒരാളെ എടുക്കാനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. പക്ഷേ 2 പേരുടെ മരണം സംഭവിച്ചു എന്നാണ് ഈ കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്ന വാർത്ത. എന്താണ് അവിടെ ഉണ്ടായത്? നേരത്തെ ഉള്ള ദൃശ്യങ്ങളിൽ അവിടെ അവർ നീന്തുന്നതൊക്കെ കാണാം. അപ്പോൾ ഈ ഓടയിൽ അകപ്പെട്ടത് എങ്ങനെയാണ്? അപകട സ്ഥലമാണോ അത്? തീർച്ചയായും അതൊരു അപകട സ്ഥലം തന്നെയാണ് പ്രജിൻ. അതിൽ നാട്ടുകാരും പോലീസും അതുപോലെ ഈ പ്രദേശത്തെ ഈ വരുന്ന ആളുകളോട് പൂർണ്ണമായി തന്നെ ഈ മേഖലയിലുള്ള നാട്ടുകാരും പോലീസും ഒക്കെ തന്നെ പറയാറുണ്ട്, ഒരു കാരണവശാലും ഈ മേഖലയിൽ ഇറങ്ങരുത് എന്ന്. പക്ഷേ പിന്നെയും ആളുകൾ ഇറങ്ങുന്നത് പതിവാണ്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ ആളുകൾ സ്ഥിരമായി ഇവിടേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ സ്ഥിരമായി കാണുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ അവർ ഇവിടേക്ക് എത്തിയത്. ആ 10 അംഗ സംഘം എത്തുന്നു. അതിൽ കുറച്ചുപേർ വെള്ളത്തിലിറങ്ങി നീന്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം മുൻപ് നമുക്കെല്ലാം ലഭിച്ചത്. ആ നീന്തുന്നതിനിടയിൽ ആദ്യം അരുൺകുമാർ എന്ന വിദ്യാർത്ഥി, രണ്ടാമത് മൃതദേഹം ലഭിച്ച ആ വിദ്യാർത്ഥിയാണ്, ബയോടെക്നോളജി വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയാണ് ആദ്യം അവിടേക്ക് ഈ ഓടയിലേക്ക് തെന്നി വീഴുന്നത്, അല്ലെങ്കിൽ ചുഴിയിൽപ്പെട്ട് അകത്തേക്ക് പോകുന്നത്. അതിനുശേഷമാണ് തൊട്ടുപുറകെ തന്നെ ഈ ശ്രീഗൗതം എന്ന വിദ്യാർത്ഥിയും ഈ ചുഴിയിലേക്ക് പെട്ടുപോകുക. ഓടയാണ്, ഇതിന് തൊട്ട് താഴെ ഒരു ഓടയാണ്. അതിനുശേഷം അവിടെ തടയാൻ 2 കമ്പികളുണ്ട്. അതായത് വെള്ളം ഒരു വേണമെങ്കിൽ തടഞ്ഞു നിർത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചെക്ക് ഡാമിൻ്റെ സമാനമായ കെട്ടാണത്. എന്തായാലും അത്തരത്തിലുള്ള ആ കെട്ടിലേക്കാണ് വീണിട്ടുള്ളത്. നമുക്കറിയാം, മുലത്തറ റെഗുലേറ്റർ കം ബ്രിഡ്ജ് തുറന്നു വിട്ടിരിക്കുകയാണ്. ആളിയാർ ഡാമിൽ നിന്ന് കാര്യമായ രീതിയിലുള്ള വെള്ളം അവിടേക്ക് ഒഴുകി വരുന്നുണ്ട്. ആ വെള്ളമാണ് ചിറ്റൂർ പുഴയിലേക്കും വരുന്നത്. അതായത് കാര്യമായ രീതിയിൽ വെള്ളമുണ്ടായിരുന്നു. അങ്ങനെ നല്ല കുത്തൊഴുക്കുള്ള സമയത്ത് തന്നെയായിരുന്നു ഈ 2 കുട്ടികളും ഇവിടെ നീന്താൻ. എന്തായാലും ആദ്യഘട്ടത്തിൽ ശ്രീഗൗതമിന് മൃതദേഹം ലഭിച്ചു. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. അതിൽ ശ്രീഗൗതം പൂർണ്ണമായി ആ ഓടയ്ക്കകത്തേക്ക് പോയിരുന്നില്ല. പിന്നീട് നാട്ടുകാരെല്ലാവരും ചേർന്ന് വലിച്ചു കയറ്റുകയായിരുന്നു ചെയ്തിരുന്നത്. ആദ്യഘട്ടത്തിൽ പ്രദേശവാസികൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാമതും പ്രതീക്ഷിച്ചത് ഒരുപക്ഷെ ആ ഓടയിൽ ഇനി മൃതദേഹമില്ല എന്ന് കണക്ക് കൂട്ടി ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ പുറത്ത് തിരച്ചിൽ നടത്തി, ഈ ഓടയ്ക്ക് പുറത്ത് തിരച്ചിൽ നടത്തുകയായിരുന്നു. പക്ഷേ ആ നാട്ടുകാരനായ രാജൻ എന്നയാൾ വന്ന് നമ്മളോടക്കം പറയുന്നുണ്ടായിരുന്നു ഇതിനകത്ത് തന്നെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നത്. അപ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് KSCBയുടെ സ്വതന്ത്ര അംഗം ഒക്കെ ആയിട്ടുള്ള ജനതാദളിന്റെ നേതാവൊക്കെ മുരുകദാസ് ഉണ്ടായിരുന്നു. മുരുകദാസ് എന്തായാലും കൃത്യമായ രീതിയിൽ അദ്ദേഹത്തോട് ഇറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ അവിടേക്ക് ഇറങ്ങുന്നത്. രണ്ടാമത്തെ മൃതദേഹം അല്പസമയം മുമ്പ് ലഭിച്ചു. 2 പേരും കോയമ്പത്തൂർ സ്വദേശികളാണ്. ശ്രീ കർപ്പകം കോളേജിലെ വിദ്യാർത്ഥികളാണ്. സങ്കടകരമായ വാർത്തയാണ്. വെള്ളത്തിലിറങ്ങുന്നവർ സൂക്ഷിക്കണമെന്ന് മാത്രമേ ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളൂ. ശ്രീകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട് നിന്നും. ഈ രീതിയിൽ സഞ്ചാരികളായി എത്തുന്നവർ അവിടുത്തെ നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ മുഖവിലക്കെടുത്തെങ്കിൽ എത്രമാത്രം വലിയ അപകടമുണ്ടാകും എന്നതിൻ്റെ മറ്റൊരു ചിത്രം കൂടിയാണ് ഈ ചിറ്റൂർ പുഴയിൽ സംഭവിച്ച ഈ അപകടം. 2 വിദ്യാർത്ഥികളുടെ ജീവനാണ് അവിടെ നഷ്ടമായത്.